ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷം? അത് ശരി. നമ്മളെ അയൽവാസി അനീഫാക്കോ? എന്താ ഡെങ്കിപ്പനിയോ? അതെ, ഭേദായോ? പടച്ചോനെ, ഇനിയിപ്പോ കുമാരന്റെ വീട് ഈറ്റന്മാര് വീടൊക്കെ വെക്കേണ്ടി വരുമോ? കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തല്ലേ കുമാരനാ പിന്നെ പനി ഉണ്ടായത്. അവസാനം ഗവൺമെന്റ് ആശുപത്രിയിൽ മരുന്നില്ലായിട്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ടല്ലേ ചികിത്സ നടത്തിയത്. അവസാനം പൈസ അടക്കം ഇതില്ലായിട്ട് സ്ഥലം വരെയൊക്കെ വെക്കേണ്ടി വന്നില്ലേ? അതേമാതിരി വല്ലതും ആവുമെന്ന് വെച്ച്. അതെ. ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് മരുന്ന് കിട്ടിക്കണോ? അത് ശരി. അത് ശരി. ഭേദമായി വീട്ടിൽ വന്നോ? അത് ശരി. പൈസക്കൊന്നും ചെലവൊന്നുമില്ല. ആശുപത്രിയിൽ നിന്ന് തന്നെ എല്ലാ മരുന്നും ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? വലിയ ഗുണമായിപ്പത്. വേറെന്താ വിവരങ്ങള്? സുഖം തന്നെ. എന്താ തക്കാളിക്ക് 87 റുപ്യ? അത് ശരി. അല്ല, തക്കാളിക്ക് 87 റുപ്യ ആണെങ്കിൽ നമ്മളെ വീട്ടില് തക്കാളിക്ക് വില കൂട്ടിയത് നീയല്ലേ? എങ്ങനെയെന്നോ? ഉള്ളത് 5 സെന്റ് ആണെങ്കിലും ഒരു വീടുണ്ടെങ്കിൽ അതിന്റെ മുമ്പ് അവിടെ ആ മുറ്റത്ത് കുറച്ച് ചെടി വെക്കണതിന് പകരം ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞല്ലേ? വണ്ടിയും വഴുതനങ്ങയും തക്കാളിയും ചീരിയും ഒക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞതല്ലേ? നീ അത് കേട്ടോ? ഇപ്പൊ അനുഭവിച്ചോ? ഓരോ ചെടി, ഈ 2 ചെടി ഉണ്ടെങ്കിൽ അവനാന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം സാധനങ്ങൾ നമ്മളെ ഇതിൽ കിട്ടൂലേ? അത് കിട്ടാതെ പിന്നെ ഇത് നാട്ടില് വില കൂടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വീട്ടിലുണ്ടാക്കണേ പച്ചക്കറികൾ കുറച്ചൊക്കെ. തമിഴ്നാട്ടിൽ വരുമ്പോ തമിഴ്നാട്ടിലെ മഴ പെയ്തപ്പോ അവർക്ക് പച്ചക്കറി പിന്നെ ചീഞ്ഞു പോയി ഉള്ളീനൊക്കെ അവര് നല്ല വിലയും കൂട്ടിയിട്ടപ്പോ വിൽക്കണത്. അവനാന്റെ വീട്ടിലുണ്ടാക്കണം. ഇപ്പൊ മുറ്റത്ത് ടൈൽസ് ഇടണം എന്നല്ലേ പറഞ്ഞിരുന്നത്? മുറ്റത്ത് ടൈൽസ് അല്ല ഇടേണ്ടത്, പച്ചക്കറി ഉണ്ടാക്കണം. മനസ്സിലാണ്ടോ? ഉള്ളതുകൊണ്ട് പച്ചക്കറി ഉണ്ടാക്കാം. അവര് വീട്ടിൽ ആവശ്യമല്ല വെണ്ട, മുളക്, വഴുതനങ്ങ, തക്കാളി ഇതൊക്കെ അവനാന്റെ വീട്ടിലുണ്ടാക്കിയാൽ അവനാന്റെ വീട്ടിന് ആവശ്യമുള്ള ഒരു ദിവസം ഒരു കറിക്ക് എത്ര മുളക് വേണം? ഒരു 3 മുളക് വേണം. എത്ര തക്കാളി വേണം? ഒരു 2 തക്കാളി വേണം. അതേപോലെ തന്നെ വണ്ടിയും പിന്നെ ഉപ്പേരിക്കാണെങ്കിൽ ഒരു 1-2 വഴുതനങ്ങ ഉണ്ടെങ്കിൽ എനിക്കും 2 കുട്ടികൾക്കും കൂടി എന്ത് വേണം? അത് മനസ്സിലാക്കുക. അതല്ലാതെ ഗവൺമെന്റ് പിന്നെ മന്ത്രിമാരും MLA-മാരും വന്നിട്ട് വീട്ടിൽ വന്നിട്ടൊന്നും പച്ചക്കറി ഉണ്ടാക്കി തരുമൊന്നുമില്ല. അവര് കൃത്യമായിട്ട് പെൻഷൻ വീട്ടിലെത്തിച്ചു തരുന്നുണ്ട്. ഇപ്പോ പിന്നെ ആശുപത്രിയിൽ മരുന്നുണ്ട്, റേഷൻ കടയിൽ അരി കിട്ടണുണ്ടോ നോക്കുന്നുണ്ട്, അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. മാവേലി സ്റ്റോറിൽ പോയ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കുന്നുണ്ട്. നല്ല റോഡ് ഉണ്ടാക്കുന്നുണ്ട്, പാലുണ്ടാക്കുന്നുണ്ട്. അതൊക്കെ തന്നെ മന്ത്രിമാര് ചെയ്യുള്ളൂ. മന്ത്രിമാരും MLA-മാരൊക്കെ അതിനുള്ളതാണ്. പിന്നെ വില കൂടുന്നുണ്ടെങ്കിൽ ഒരു നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷെ പച്ചക്കറി പെട്ടെന്ന് തമിഴ്നാട്ടിൽ നിന്ന് വില കൂടുന്നതിനൊന്നും ചെയ്യാൻ കഴിയില്ല. അതിന് നമ്മളെ നാട്ടിൽ ആ സാധനം കൂടുതൽ ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മളെ പെരയിൽ ഉള്ള സ്ഥലത്ത് ഉള്ളിടത്ത് വെച്ചുണ്ടാക്കണം. മനസ്സിലാണല്ലോ? അതാണ് ചെയ്തൂടെ. അപ്പൊ കുറെ വില കുറയും. നമ്മളെ പെരയിൽ നിന്ന് നമ്മളെ വീട്ടിൽ വില കൂടൂല. മറ്റുള്ളവരെ വീട്ടിൽ കൂടുകയെന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ കൂടാതിരിക്കാതെ നമ്മൾ ഈ പണി ചെയ്യണം. ഓക്കെ എന്നാ, ശരി എന്നാ, ഓക്കെ.